C11 Physics. Class C11 P92 class, heat transfer, conduction, convection and radiation. Heat transfer, conduction, convection and radiation. And this is for HSC, CBC and ISC students. Thermal properties of matter chapter. Thermal properties of matter. And we can see what are conduction, convection and radiation. The modes of transmission of heat. Modes of heat transfer. ഈ ഹീറ്റ് സഞ്ചരിക്കുക, താപം സഞ്ചരിക്കുക, അതിൻ്റെ മാർഗങ്ങളാണ്. ഏതെല്ലാം രീതിയിലാണ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഹീറ്റ് പോവുക എന്നുള്ളതാണ് പറയുന്നത്. ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ പൊസിഷൻ ടു ലോവർ ടെമ്പറേച്ചർ പൊസിഷൻ ബൈ മീൻസ് ഓഫ് 3 മെത്തേഡ്സ്. കൂടിയ ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് പോകുന്നത് 3 മെത്തേഡിലാണ്. ഒന്ന് കണ്ടക്ഷൻ, രണ്ടാമത് കൺവെക്ഷൻ, മൂന്നാമത് റേഡിയേഷൻ. വാട്ട് ഈസ് കണ്ടക്ഷൻ? The conduction is the method of heat transfer in which the heat flow from position of higher to that of lower temperature by means of particles of the medium, and that the position of medium do not migrate from their equilibrium position. അപ്പോൾ ഒരു കണ്ടക്ടറിനകത്ത് ഈ പാർട്ടിക്കിളിൻ്റെ മോളിക്യൂൾസിൻ്റെ സ്ഥാനാന്തരമില്ലാതെ, മോളിക്യൂളിൻ്റെ ചലനമില്ലാതെ ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്ന രീതി, അതായത് പാർട്ടിക്കിൾ കിട്ടുന്ന ഹീറ്റ് കൈമാറി പോകുന്ന രീതി, അല്ലാതെ പാർട്ടിക്കിൾ ചലിക്കില്ല, മോളിക്യൂൾ ചലിക്കില്ല. അപ്പം മോളിക്യൂൾ ചലനമില്ലാതെ അവയ്ക്ക് ലഭിക്കുന്ന ഹീറ്റ് കൈമാറി പോകുന്ന രീതിയെ നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയും. കണ്ടക്ഷൻ പ്രധാനമായിട്ട് മെറ്റാലിക് സോൾട്ട്, കോപ്പർ, അയൺ, അലൂമിനിയം പോലെയുള്ള മെറ്റാലിക് സോൾട്ടിനകത്താണ് സംഭവിക്കുന്നത്. സ്ലോ പ്രോസസ്സാണ്, വളരെ പതുക്കെയുള്ള ഒരു പ്രോസസ്സാണ്. രണ്ടാമത്തത് കൺവെക്ഷൻ. കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ വിച്ച് ഹീറ്റ് ഫ്ലോസ് ഫ്രം പൊസിഷൻ ഓഫ് ഹയർ ടെമ്പറേച്ചർ ടു ദാറ്റ് ഓഫ് lower temperature by means of particles of the medium such that the particles of the medium themselves migrate from one position to the other. കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സംവഹനം എന്ന് പറയും. കണ്ടക്ഷൻ ചാലനം. അപ്പോൾ ഈ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമത്തിലെ കണങ്ങളുടെ യഥാർത്ഥ ചലനം മൂലം, പാർട്ടികൾ ചലിക്കുന്ന മൂലം, ഹോട്ട് പാർട്ടികൾ ചലിക്കുന്നത് മൂലം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന കണ്ടക്ഷൻ. കൺവെക്ഷൻ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ലിക്വിഡ്സിലാണ്. ഇപ്പോൾ ലിക്വിഡ് ചൂടാക്കിയാൽ അവിടെ ഹീറ്റ് വ്യാപിക്കുന്നത് കൺവെക്ഷൻ മൂലമാണ്. റേഡിയേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ വിച്ച് ദ ഹീറ്റ് ഫ്ലോസ് ഫ്രം പൊസിഷൻ ടു ഹയർ ടെമ്പറേച്ചർ ടു ദാറ്റ് ലോവർ ടെമ്പറേച്ചർ വിത്തൗട്ട് ദി എയ്ഡ് ഓഫ് മീഡിയം. ഇൻ റേഡിയേഷൻ ദ ഹീറ്റ് ഫ്ലോസ് ബൈ മീൻസ് ഓഫ്. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാധ്യമത്തിന് സഹായം ആവശ്യമില്ലാതെ ഹീറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുന്ന രീതിയാണ്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഹീറ്റ് വരുന്നത് ഈ രീതിയിലാണ്, റേഡിയേഷൻ മുഖേനയാണ്. കാരണം നമുക്കറിയാം, കുറച്ച് ഒരു 300 കിലോമീറ്റർ ഉയരത്തിൽ അറ്റ്മോസ്ഫിയർ ഉള്ളു, അതിന് മുകളിൽ ശൂന്യതയാണ്, വാക്വത്തിലാണ് സൺസ് റേഡിയേഷൻ ഭൂമിയിലെത്തുന്നത്, ഹീറ്റ് ഭൂമിയിലെത്തുന്നത്. അപ്പം അത്തരം ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ. Radiation waves are electromagnetic waves. For the propagation, the medium, no medium is required. അപ്പോൾ സൺ റേഡിയേഷൻ, ഹീറ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ ലൈറ്റ് റേഡിയേഷൻ. അപ്പോൾ സൺ റേ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റേഡിയേഷൻ്റെ സമ്മിശ്രമാണ്. അതിനകത്ത് ലൈറ്റ് റേഡിയേഷൻ ഉണ്ട്, ഹീറ്റ് റേഡിയേഷൻ ഉണ്ട്. ലൈറ്റ് റേഡിയേഷൻ വസ്തുക്കളെ കാണാൻ സഹായിക്കും. ഹീറ്റ് റേഡിയേഷൻ വസ്തുക്കളിൽ ചൂട്, സെൻസേഷൻ ഓഫ് ഹോട്ട്നെസ് ഉണ്ടാക്കും. അപ്പോൾ ഇതിന് ഈ സൺ റേഡിയേഷൻ സഞ്ചരിക്കാനായിട്ട് മീഡിയം ആവശ്യമില്ല. If medium is present, it does not absorb heat. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോകുമ്പോൾ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യത്തില്ല. Therefore, radiation may take place in vacuum also. Heat from the sun reaches earth by radiation. ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഹീറ്റ് എത്തുന്നത് റേഡിയേഷൻ മുഖാന്തിരമാണ്. ഇനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇവ തമ്മിലുള്ള വ്യത്യാസം മുകളിൽ പറഞ്ഞ കാര്യങ്ങളിനകത്തുണ്ട്, എങ്കിലും ഒന്ന് പ്രത്യേകം പറയുകയാണ്. ഇനി കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ മീഡിയം ഈസ് റിക്വയർഡ്, ബട്ട് ഇൻ റേഡിയേഷൻ നോ മീഡിയം ഈസ് റിക്വയർഡ്. അതാണ് ഒരു പ്രധാന വ്യത്യാസം. കണ്ടക്ഷനിലും കൺവെക്ഷനിലും നമുക്ക് മാധ്യമം ആവശ്യമുണ്ട് ഹീറ്റ് സഞ്ചരിക്കുന്നതിന്, എന്നാൽ റേഡിയേഷന് അത് വേണ്ട. ഇൻ കണ്ടക്ഷൻ ദ പാർട്ടിക്കിൾസ് ഓഫ് മീഡിയം വൈബ്രേറ്റ് ടു ആൻഡ് ഫ്രോ
from about to and fro about their mean position, but do not migrate to other positions, leaving their mean positions. But in convection, they themselves migrate and take heat from one place to another due to variation in density. അപ്പോൾ കണ്ടക്ഷനകത്ത് ഈ പാർട്ടിക്കിൾസ് ചലിക്കില്ല, അവ വൈബ്രേറ്റ് ചെയ്യും, അതിന് മീൻ പൊസിഷൻ വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ കൺവെക്ഷനിൽ യഥാർത്ഥത്തിൽ പാർട്ടിക്കിൾ ചലിച്ചാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. നമ്പർ 2, in conduction and convection the path of heat transfer may be zigzag. കണ്ടക്ഷനിലും കൺവെക്ഷനിലും ഹീറ്റ് സഞ്ചരിക്കുന്ന സിക്സാഗ് ആണ്, ഇറഗുലർ ആയിട്ടാണ്. ബട്ട് റേഡിയേഷൻ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. റേഡിയേഷനിൽ ഇത് സ്ട്രെയിറ്റ് പാത്തിലാണ് സഞ്ചരിക്കുന്നത്, ഹീറ്റ് റേഡിയേഷൻ. ദാറ്റ് ഈസ് വൈ വൺ മേ സേവ് ഹിംസെൽഫ് ഫ്രം ഹീറ്റ് ഓഫ് സൺ യൂസിങ് അംബ്രല്ല ഇൻ സമ്മർ. ഇപ്പോൾ കുട പിടിച്ച് നമ്മൾ ഈ വെയിലിനെ തടുക്കുന്നത് ഈ റേഡിയേഷൻ, സൺ റേഡിയേഷൻ വളഞ്ഞു പോകാത്തത് കൊണ്ടാണ്. അത് സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സൺലൈറ്റ് നേർരേഖയിൽ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഷാഡോയിൽ നിന്നിട്ട്, പമ്പല്ല ഷാഡോ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ഷാഡോയിൽ നിന്നിട്ട് ഈ സൺസ് റേഡിയേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. നമ്പർ 3, the speed of heat transfer is least in conduction and maximum in radiation. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ സ്പീഡ് ഈ കണ്ടക്ടറിൽ കുറവും റേഡിയേഷനിൽ മാക്സിമം ആണ്. In fact, the heat transfer in radiation takes place with the speed of light is 3 × 10⁸ meter per second vacuum. വാക്വത്തിൽ എല്ലായിടത്തും ഇത് സഞ്ചരിക്കുന്നത് 3 × 10⁸ meter per second. That is why the heat of sun disappears immediately when sun goes behind the clouds. അപ്പോൾ ഈ സൂര്യനെ മേഘങ്ങൾ മറക്കുമ്പോൾ ഹീറ്റ് പെട്ടെന്ന് ഇല്ലാതാകുന്നത്, റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി ഇല്ലാതാകുന്നത് ഇതിൻ്റെ ഈ ഹൈ സ്പീഡ് മൂലമാണ്. മറഞ്ഞു പോയാൽ പിന്നെ ആ സ്പീഡിൽ റേഡിയേഷൻ എത്തില്ല. ഇനി നമ്മൾ ഈ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ്റെ ഒരു ഇക്വേഷൻ പഠിക്കുകയാണ്. ഒരു കണ്ടക്ടർ നമ്മൾ ഒരറ്റം ചൂടാക്കുകയാണെങ്കിൽ മറ്റേ അറ്റത്തെ ഹീറ്റ് ഒഴുകും. അപ്പോൾ എത്രമാത്രം ഹീറ്റാണ് ഒരു സെക്കൻഡിൽ ഒഴുകുന്നത്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്, ഫ്യൂറിയേഴ്സ് ലോ എന്ന് പറയും. പക്ഷേ ഫ്യൂറിയർ എന്നുള്ള വാക്ക് ഇവിടെ നമ്മൾ പറയാത്തത് കൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് പറയുന്നില്ല. നമ്മളതിൻ്റെ ഇക്വേഷനാണ് പറയുന്നത്. ഫ്യൂറിയേഴ്സ് ലോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന 2 വാക്കുകൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം പറയുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റാണ്. ടെമ്പറേച്ചർ വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാണുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കണ്ടക്ടറാണ് നീളത്തിൽ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ കണ്ടക്ടർ. അത് 2 പോയിൻ്റ് നമ്മൾ C യും D മാർക്ക് ചെയ്തിരിക്കുകയാണ്. C എന്ന് പറഞ്ഞാൽ θ1 ടെമ്പറേച്ചർ, D θ2 ടെമ്പറേച്ചർ. θ1 ഉയർന്ന ടെമ്പറേച്ചറാണ്, അല്ലെങ്കിൽ C ഉയർന്ന ടെമ്പറേച്ചറുള്ള പോയിൻ്റാണ്, D താഴ്ന്ന ടെമ്പറേച്ചർ. So you see a conductor, the hot end is the left end is heated, heat travels towards the right. C and D are 2 points. At C the temperature is θ1 and at D the temperature is θ2. The separation is D. Since point C is close to hot end, the temperature θ1 is greater than θ2. So if θ1 and θ2 are the 2 temperatures of a conductor separated by distance d, then temperature gradient is equal to θ1 minus θ2 by d. That equation, you see, that is called temperature gradient. So you look here in steady state എന്ന് പറഞ്ഞാൽ ഹീറ്റ് ക്രമമായിട്ട് ഒഴുകുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. In steady state of heat conduction through a rod, let θ1 and θ2 be the temperatures of 2 layers C and D in the rod. നമ്മൾ പറഞ്ഞതാണ്. Let D be the let A, capital A be the, അത് പിന്നീടാണ് വരുന്നത്, capital A be the cross sectional area and D the distance between them. Then θ1 minus θ2 by D is called temperature gradient. അപ്പോൾ അത് ഒറ്റ സെൻറ്റൻസിങ്ങനെ പറയാം. If θ1 and θ2 are the temperatures of 2 points of a conductor separated by distance D, then temperature gradient equal to θ1 minus θ2 by D. Or we can say if T1 and T2 are the temperatures of 2 points of a conductor separated by distance x,
Then temperature gradient is T1 minus T2 by x. In that manner also we can say temperature gradient. It is the rate of change of temperature with the distance. If d theta is the small difference temperature between 2 points separated by a small distance dx, then temperature gradient is d theta by dx. അപ്പോൾ ഈ d theta by dx എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 പോയിന്റ് തമ്മിലുള്ള ടെമ്പറേച്ചർ വ്യത്യാസം ആ തീറ്റ 1 മൈനസ് തീറ്റ 2 ഡി തീറ്റ ആണെങ്കിൽ അകലെ ഡി എ നമ്മൾ ഡി ടി എന്ന് വിളിച്ചാൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് നമുക്ക് ഡി തീറ്റ ബൈ ഡി ടി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡി തീറ്റ ബൈ ഡി എക്സ് ഇൻ ദാറ്റ് മാനർ. അപ്പോൾ ഈ നൊട്ടേഷൻ കാൽക്കുലസിലെ നൊട്ടേഷനാണ്. ഡി തീറ്റ ബൈ ഡി എക്സ് അത് കാൽക്കുലസിലെ നൊട്ടേഷനാണ്. അപ്പോൾ മുകളിൽ കാണുന്ന തീറ്റ 1 മൈനസ് തീറ്റ 2 ബൈ ഡി അത് കാൽക്കുലസിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ഡി തീറ്റ ബൈ ഡി എക്സ് എന്നാണ് എഴുതുന്നത്. ഡി എക്സ് ഇസ് ഡിസ്റ്റൻസ്. ഇനിയാണ് നമ്മൾ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇക്വേഷൻ പറയുന്നത്. എക്സ്പ്രഷൻ ഫോർ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്, എക്സ്പ്രഷൻ ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്, എക്സ്പ്രഷൻ ഫോർ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്, എത്രമാത്രം ഹീറ്റാണ് കടത്തിവിടുന്നത് കണ്ടക്ടർ, അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. എക്സ്പ്രഷൻ ഫോർ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ്. ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് നോർമൽ ടു ദി ലെയേഴ്സ് ഓഫ് ദി റോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഒരു റോഡ് കടത്തിവിടുന്ന ഹീറ്റിൻ്റെ അളവ് എന്തിനെല്ലാം പ്രൊപ്പോർഷണലാണ്? നമ്പർ 1 ക്രോസ് സെക്ഷണൽ ഏരിയ ക്യാപിറ്റൽ എ, നമ്പർ 2 ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഡി തീറ്റ ബൈ ഡി എക്സ്, ആൻഡ് നമ്പർ 3 the time t in second for which heat flows. The time t in second for which heat flows. അങ്ങനെ 3 ഫാക്ടറിനെ ആശ്രയിക്കും. We can combine these 3 factors. We get theta proportional to a d theta by dx into t. That is q is equal to, you replace proportionality sign by is equal to constant. Constant usually we write lambda. In some textbook we write as k or lambda, any symbol you can use. So q is lambda a d theta by dx into t, where lambda is a constant called thermal conductivity, or we say coefficient of thermal conductivity of the material. Q is lambda when a is 1, d theta by dx is 1 and t is 1. മറ്റ് 3 ക്വാണ്ടിറ്റി 1 വെച്ചാണെങ്കിൽ q ലാംഡ ആയിട്ട് വരും. അതാണ് ഡെഫിനേഷനായിട്ട് കൊടുക്കുന്നത്. എന്താ ഡെഫിനേഷൻ? Hence, thermal conductivity is defined as the quantity of heat flowing normally per unit per second through unit area of the substance per unit temperature gradient. ഒരു കണ്ടക്ടറിന് യൂണിറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ട്. അതിനകത്തുകൂടി യൂണിറ്റ് ഏരിയയിൽ 1 സെക്കൻഡിൽ നോർമലായിട്ട് ഒഴുകുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. Thermal conductivity, coefficient ഇല്ലാതെയും പറയാം. Thermal conductivity is defined as the quantity of heat flowing normally per second, 1 സെക്കൻഡിൽ through unit area of the substance per unit temperature gradient. The unit of conductivity is watt meter raised to -1 k raised to -1. Thermal conductivity of certain substance are given. അലൂമിനിയത്തിൻ്റെ കോപ്പറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അലൂമിനിയത്തിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി 205 ആണ്. കോപ്പറിൻ്റെത് 380 ആണ്. കോപ്പറിൻ്റെ സ്പെസിഫിക് ഹീറ്റും ഏതാണ്ട് ഇതിനടുത്ത് തന്നെ ഒരു 390 ആണ്. 390 ജൂൾ കെ ജി റേസ്റ്റ് -1 കെ റേസ്റ്റ് -1 ആണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഇവിടെ 380 ആണ്. യൂണിറ്റ് മാറും. വാട്ട് മീറ്റർ റേസ്റ്റ് -1 കെ റേസ്റ്റ് -1. ഇനി 1-2 പ്രോബ്ലം കൂടി നമ്മളിവിടെ പറയുകയാണ്. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി ക്യൂവിൻ്റെ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്ടറിൻ്റെ പ്രോബ്ലം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: The inside of a glass window 3 mm thick is at a temperature 30 degrees centigrade and outside is 40 degrees centigrade. Estimate the rate at which heat is entering the room through the window. If the area is 2 meters square, thermal conductivity of glass is 0.8 watt meter raised to -1 k raised to -1. ഒരു ഗ്ലാസ് വിൻഡോയുടെ പ്രോബ്ലമാണ്. ആ പുറത്ത് നിന്ന് എത്ര ഹീറ്റ് അകത്തേക്ക് വരും? ഗ്ലാസ് വിൻഡോയുടെ ഏരിയയ്ക്ക് നമുക്ക് തന്നിട്ടുണ്ട്. തിക്നെസ് ഉണ്ട്. തിക്നെസ്സാണ് ഡി ആയിട്ട് വരുന്നത് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് കാണാനായിട്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ ഉണ്ട്, 2 ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. സോ ഗിവൺ എ is equal to 2 meters square, d is equal to 0.003 meter. The millimeter will be converted to meter. Theta 1 is 3 millimeter. 3 millimeter 3 by 1000.
So 0.003 meter, theta 1 is 40 degrees centigrade, theta 2 is 30 degrees centigrade. Lambda 0.8 watt meter raised to minus 1, k raised to minus 1, t is 1 second, substitute. Q is lambda A, theta 1 minus theta 2 by d into t. Put the values. 0.8 into 2 into 10 into 1 by 0.003 per second. Time is 1, that is 5333 joule per second. Next problem. The walls of a chamber are made of insulating brick of 0.08 meter thick. On the middle of the walls are lined with cork of 0.04 meter thick. The inside temperature is 12 degrees centigrade and the outside temperature is 22 degrees Celsius. Determine the temperature of the common phase. Temperature lambda for brick 0.16 and for cork 0.04. So look here. Let theta be the temperature of the common phase of A, and A is the area of cross section. The heat flowing per second is same for both the materials. So we can write Q is lambda A, theta 1 minus theta 2 by d into T. ഇപ്പോൾ കോർക്കിനും ബ്രിക്കിനും ഒരേ ഹീറ്റ് കണ്ടക്ഷനാണ്, ഒരേ രീതിയിലുള്ള എമൗണ്ടാണ് ഹീറ്റ് കടത്തി വിടുന്നത്. അതിൽ കണ്ടക്ടിവിറ്റി മാറും. ഒന്നാമത്തെ ഇക്വേഷൻ 0.616 into A into 22 minus theta by 0.08 is equal to 0.04 A into theta minus 12 by 0.04. കാരണം ഒന്നിൻ്റെ ലോ ടെമ്പറേച്ചറാണ്, മറ്റതിൻ്റെ ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് നോക്കുക, സിംപ്ലിഫിക്കേഷൻ നോക്കുക. 3 തീറ്റ 36 എന്ന് കിട്ടും, തീറ്റ 18.67 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അടുത്ത പ്രോബ്ലം. The walls of a refrigerating chamber have a total area of 600 meters square and 0.3 meter thick. The thermal conductivity of material is 0.0136 watt meter is to minus 1 k raised to minus 1. The chamber is kept at minus 5 degrees Celsius. What must be the heat removing capacity of the refrigerating machinery in order to deal with the external temperature of 20 degrees centigrade? അപ്പോൾ ഒരു റെഫ്രിജറേറ്റിംഗ് ചേമ്പറിൻ്റെ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ 20 ആണ്, ഇൻസൈഡ് ടെമ്പറേച്ചർ -5 ആണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിൽ ഹീറ്റ് റിമൂവിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ്. ഒരു സെക്കൻഡിൽ എത്ര ഹീറ്റ് റിമൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. P is given, D is given, lambda is given, theta 1 is inside temperature -5 and theta 2 outside temperature 20 degrees centigrade. Heat is removed. T1 is 1 second. 1 second heat കണ്ടുപിടിച്ചാൽ മതി. Amount of heat removed per second, which is conducted per second. Q is lambda A, theta 1 minus theta 2 by d into T, that is 0.0136 into 600 into the temperature difference, theta 1 minus theta 2, -5 minus 20, that is 25. Minus sign is not required in this problem. 25 into 1 by 0.3, that is 680 watt. Watt means joules per second. Amount of heat conducted out per second is 680 joule. So in terms of power, it is 680 watt. Next problem. The thickness of ice in a pond is 50 millimeter and the temperature of air is 253 K. How long will it take for the thickness of ice to increase by 10 millimeter? Thermal conductivity of ice is 2. Density of ice is 900. Electricity of ice is 336 kilojoule. That is 336 into 10 cubed joule per kg. So look here. Let A be the surface area of the pond and T the time taken to increase the thickness of ice by 10 millimeter. Volume of ice to be formed, area into
thickness. Mass of ice formed area into thickness into density. Heat to be conducted down to form that much ice. This much ice. Q is ml, that is m is written above, a into 0.01 into you put a into 0.01 into 900 into 336 into 10 cubed. But you know Q is equal to lambda A, theta 1 means theta 2 by D into T. And your thickness, you have to take the average thickness of the ice, which is 50 plus 60 by 2. What is the reason? Initially, in a pond, there is a 50 millimeter thick ice. After that, it becomes 60 because 10 millimeter increase. So initial thickness of ice is 50 and the final thickness of ice is 60. So the conducting thickness is 10 and the average thickness you have to take. The average thickness is 55. Here it is. D is 50 plus 60 by 2, that is 55 millimeter, 0.055 meter. Put the values. Lambda into 0.01 into 900 into 336 into 10 cubed is equal to 2A into 20 into T by 0.055. A will cancel, only T will remain. We get 4158 second on simplification. That is all with your 92th lecture on class 11 physics. We continue. Thank you very much.